ഒന്നോ രണ്ടോ പേർക്ക് അതിനകത്ത് കിട്ടിക്കാണും. ബാക്കിയുള്ളവർക്ക് ഇൻഫിനിറ്റി പവർ അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പിടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നവരെ അങ്ങ് അകത്ത് വിടുന്നു. ആ അകത്ത് വിടുന്നവരെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വിടണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ജഡ്ജസ് ആരൊക്കെ ആവണം എന്നുള്ളൊരു അഗ്നിപരീക്ഷ ബിഗ് ബോസ് അതായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. ഒരു 10 പേരെ കൊണ്ടുപോയിട്ടിട്ട് ഇവരിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയണം ജഡ്ജായിട്ട് ആരാണെന്ന്. അയാൾക്ക് ഇതെല്ലാം ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു ഷോ ആയ കാരണം ഞാൻ ഇത്ര വെച്ച് നിർത്തിയത്. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ 3rd എപ്പിസോഡ് വന്നപ്പോൾ ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. വലിയ പവറിലൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. വലിയ പവർ ഒന്നും ഇല്ല. അവിടെ നടക്കുന്നത് രഞ്ജിനി ഹരിദാസിന്റെ കുറച്ച് ഡയലോഗുകളും രഞ്ജിനി ഹരിദാസിന്റെ ഇതായ തീരുമാനങ്ങളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു എവിക്ഷൻ നടന്നായിരുന്നു. ആ എവിക്ഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ അത് നിങ്ങൾ പറയുക. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, ഒരുമാതിരിപ്പെട്ടവരെല്ലാം പറയുന്നുണ്ട് അത് അൺഫെയർ ആയിരുന്നു എന്നുള്ളത്. അത് നമുക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ ജഡ്ജസിന് എന്തോ അവർ കരുതിക്കൂട്ടി ഓരോരുത്തരെ പുറത്താക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവരോട് എതിർത്ത് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ ഷൗട്ട് ചെയ്യുക, വേറൊരു ടാസ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് അവരെ പിടിക്കുക, എന്നിട്ട് അവരെ ഉപദേശിക്കുക എന്നുള്ള രീതിയിൽ നൈസായിട്ട് പുറത്താക്കുക. ഇതാണ് ഞാൻ കണ്ടത്. എന്തോ ജഡ്ജസ് ആണിത്. വൻ പരാജയം എന്ന് പറഞ്ഞാൽ വൻ പരാജയം. എന്തായാലും ഇതിനെക്കുറിച്ച് വലിയൊരു റിവ്യൂ ഒന്നും ഞാൻ നടത്തുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് റിവ്യൂ നടത്താനൊന്നും ഇല്ല. അവിടെ മൊത്തം കാട്ടിക്കൂട്ടലുകളാണ്. റെനീഷ എന്തായി കാണിക്കുന്നത്? റെനീഷ ഒരു ആങ്കർ ആണോ? സത്യം ചോദിക്കേണ്ടി വരും ഇതൊക്കെ. എന്നാൽ ബിഗ് ബോസിന്റെ ഈ ഷോ ആങ്കർ ചെയ്യാൻ എന്തായാലും റെനീഷയെ കൊണ്ട് പറ്റത്തില്ല ഇതുവരെ കണ്ടതില്. മറ്റൊരു കാര്യം, റെനീഷ ജഡ്ജിന്റെ ഭാഗത്തിരുന്നുകൊണ്ട് രഞ്ജിനി ഹരിദാസ് ആണ് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. രഞ്ജിനി ഹരിദാസിനെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. എന്താന്ന് വെച്ചാൽ അതിനുള്ള നമുക്കറിയാം സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം രഞ്ജിനി ഹരിദാസ് ഇപ്പൊ തിരിഞ്ഞുപോയി സംഭവം. റെനീഷ അവിടെ ജഡ്ജിന്റെ പാനലിലും ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസ് ഹോസ്റ്റിന്റെ ഭാഗത്തും ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എന്റെ ഒരു തോന്നൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഈ രാകേഷ് എന്ന് പറഞ്ഞ പുള്ളി അവിടെ ഒരു ടാസ്ക് കൊടുത്തപ്പം ടൈം വരുന്ന ടാസ്ക് കൊടുത്തപ്പോഴത്തേക്ക് പൂജ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചു. ഒന്ന് നിർത്തി പോടാ എന്നുള്ള രീതിയിലാണ് അവിടെ പൂജ പറഞ്ഞത്. പൂജ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ അഖിൽമാരാർ കയറി പൂജയെ ഷൗട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പൊ ഷൗട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അത് പൂജ അവിടെ ചെയ്തത് ശരിയായില്ല. പൂജ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്റെയും ഭാഗം അതാണ്. പൂജ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് ഈ പറഞ്ഞ പൂജ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം, പൂജയെ പോലെ ഉള്ള ഒരാൾ ഈ ഷോയ്ക്ക് ആവശ്യമാണ്. സത്യത്തില് ഈ പൂജയെ പോലുള്ള ആൾക്കാരെയാണ് നമുക്ക് ബിഗ് ബോസിൽ ആവശ്യം. അവിടെ എല്ലാവരും പോയിട്ട് അവിടെ നന്മമരമാകാൻ പോയാൽ എങ്ങനെയാ ശരിയാകുന്നത്? ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ എത്രയോ പേരുണ്ട് ഈ വന്ന കോമണേഴ്സിൽ തന്നെ. കോമണേഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കിത് കോമണേഴ്സ് ആണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും കുറച്ച് പേരെങ്ങാണ്ടേ ഉള്ളൂ കോമണേഴ്സ്. ബാക്കി എല്ലാവരും ബാക്കിയുള്ളവരെ ഒന്നും നമുക്ക് കോമണേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ചുരുക്കം ചില ആൾക്കാരെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ പറയുന്ന പൂജയെ പോലുള്ളവർ വേണ്ടേ ബിഗ് ബോസിൽ? എതിർത്ത് സംസാരിക്കുന്നവർ വേണ്ടേ? ശബ്ദം ഉയർത്തുന്നവർ വേണ്ടേ? ഇവർ പറയുന്നത് പോലെ ഇവരെ ഈ രഞ്ജിനി ഹരിദാസിനെ ഉൾപ്പെടെയുള്ള ആ ജഡ്ജിങ് പാനൽ ഉണ്ടല്ലോ, ആ റിയാസ്, രഞ്ജിനി ഹരിദാസ്, അഖിൽമാരാർ, ഇവർ ഉൾപ്പെടുന്ന ജഡ്ജിങ് പാനലിനെ വല്ലതും ചോദ്യം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ അവര് ഷൗട്ട് ചെയ്യുക, അവരെ പുറത്താക്കുക. ഈ പറഞ്ഞ പോലെ പൂജയുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ എനിക്കും തോന്നി ഈ കുട്ടി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഓവർ അല്ലേ എന്ന് എനിക്കും തോന്നിയതാണ്. എനിക്കെന്നല്ല 100% ആൾക്കാർക്കും തോന്നിക്കാണും, അല്ലെങ്കിൽ 90% ആൾക്കാർക്കും തോന്നിക്കാണും. ഓക്കെ, എന്തായാലും നമുക്ക് പൂജ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അയാൾക്ക് ഇതെല്ലാം ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു ഷോ ആയ കാരണം ഞാൻ ഇത്ര വെച്ച് നിർത്തിയത്. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ 3rd എപ്പിസോഡ് വന്നപ്പോൾ ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാകേഷ് ബ്രോ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് പോടോ എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് വയസ്സിൽ മൂത്ത ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അയാൾ അത് അർഹിക്കുന്നു. വയസ്സിൽ മൂത്ത ആളിനോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് വയസ്സിന് മൂത്തതും വയസ്സിന് ഇളയതും അങ്ങനെയൊന്നുമില്ല. അവിടെ ജെൻഡർ പോലും ഇല്ലെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. എന്ന് വെച്ചാൽ ആൺ പെൺ വ്യത്യാസമില്ലാതാണ് അവിടെ ഗെയിം കളിക്കുന്നതാണെങ്കിലും അവിടുത്തെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും പെരുമാറേണ്ടതെന്ന് പല പ്രാവശ്യവും ബിഗ് ബോസ് പല ഷോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ആരെയും ജെൻഡർ പോലും തിരിച്ച് കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അതിനകത്ത് ഈ പറഞ്ഞ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കയറ്റുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് പൂജയെ അറ്റാക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ പൂജ ചെയ്ത ആ പ്രവൃത്തി എന്ന് പറയുന്നത്, ഇന്നലെ പറഞ്ഞ ആ ഡയലോഗ്, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് അതിനകത്ത് യോജിപ്പില്ല. അതെന്ത് കാരണം കൊണ്ടായിക്കോട്ടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ നമുക്ക് പൂജയുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ മറ്റേ ബ്ലോക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബ്ലോക്ക് ഇയാൾ എന്നെ തട്ടിയിട്ടപ്പോൾ ഇയാൾ എന്നോട് സോറി പറഞ്ഞിട്ടില്ല.
അറ്റ് ദ സെയിം ടൈം അയാൾ എന്നോട് പറഞ്ഞത് എന്തോ മന്ദബുദ്ധി എന്നുള്ള രീതിയിൽ എന്നെ അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൈക്കില്ലാത്ത കൊണ്ടോ എന്താണെന്നറിയില്ല, ആ ഒരു ഓഡിയോ എനിക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല. മേ ബി അത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇയാൾ എന്നോട് മന്ദബുദ്ധി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തു. അത് അയാൾക്ക് വ്യക്തമായ ബോധമുണ്ട് അയാൾ എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് എപ്പിസോഡില് ഇവർക്ക് ഈ കട്ട പൊക്കി വെക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കില് ഈ പൂജ കട്ട അടുക്കി വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രാകേഷിന്റെ കട്ട വന്നിട്ട് പൂജയുടെ കട്ടയിലേക്ക് വീണ് പൂജയുടെ കട്ടയും താഴെ പോയായിരുന്നു. അപ്പൊ തന്നെ പൂജ പറയുന്നുണ്ടായിരുന്നു എന്റേതല്ല, ഞാൻ ചെയ്തതല്ല, ഇത് തട്ടിയിട്ടതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ജഡ്ജസും ഒക്കെ പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരുടെ തലയിലേക്ക് എന്തിനാണ് ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അത് പൂജ വന്നപ്പോൾ മുതൽ ചെയ്യുന്നതാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പൂജ അവിടെ ഞാൻ നോക്കിയിട്ട് പൂജ അവിടെ ചെയ്തു വെച്ചു. പക്ഷെ അവിടുന്ന് രാകേഷിന്റേതാണ് കട്ടയാണ് വന്ന് ഇടിച്ച് ഈ പൂജയുടെ കട്ട കളയുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ ഈ രാകേഷ് എന്ന് പറയുന്ന ആള് മന്ദബുദ്ധി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ആ മന്ദബുദ്ധി എന്ന് വിളിച്ചത് എന്താണെന്ന് അറിയില്ല, അത് കേൾപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരാള് തന്നെ അങ്ങനെ വിളിച്ചപ്പം അത് മനസ്സിലുണ്ടായിരുന്നു, അത് ഒരു വേറെ അവസരം കിട്ടിയപ്പോൾ അടിക്കാൻ തോന്നി, അത് അടിച്ചു, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ മനുഷ്യനാണ് ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്നോട് കയറി വന്നിട്ട് ഒട്ടും റെസ്പെക്ട് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. എടാ പോടാ പാടാന്ന് വിളിക്കുന്നത്. അയാൾക്ക് ആ ഷോ 3 ദിവസമായിട്ട് അയാൾ, അതായത് ഇപ്പൊ 3 ദിവസമായിട്ട് അയാൾ ടാർഗറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പല സീനുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഷോയിൽ നിൽക്കുന്ന സമയത്ത് അയാളെ എനിമി തന്നെയായിരുന്നു. അയാൾ മറ്റു ടൈം അടയ്ക്കാൻ പോയപ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞത് വ്യക്തമായി ഉപയോഗിച്ച വേർഡാണ്. അതിലെനിക്ക് ഒരു കുറ്റബോധമില്ല. ഇപ്പൊ ഇതിന്റെ പേരിൽ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ എന്തിനാണ് എന്റെ രോമത്തിന് പോലും തൊടൂല. സോ മാക്സിമം കമന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സത്യത്തിൽ ഇങ്ങനെ ഒരു പെണ്ണല്ലേ നമുക്ക് ബിഗ് ബോസിനകത്ത് ആവശ്യം? ഇങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന ഒരു പെണ്ണിനെയാണ് സത്യത്തിൽ ബിഗ് ബോസിന് ആവശ്യം. അപ്പം എന്തായാലും അവിടെ ഇന്നലെ അഖിൽ മാരാർ അതിനെ എതിർക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഇങ്ങനെ ഒരു മന്ദബുദ്ധി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇനി അവർ കേട്ട് കാണത്തില്ലായിരിക്കാം. ഓക്കെ, ഈ പറയുന്ന പൂജ ആയിരിക്കും അത് കേട്ടത്. അവർ എല്ലാവരും കേട്ടത് എന്താണെന്ന് വെച്ചാൽ പൂജ ഈ പറയുന്ന പുള്ളിയെ താൻ നിർത്തിയിട്ട് പോണോ എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇതിന്റെ അവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെ പൂജ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പൂജയുടെ ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, നമ്മളെ കാണിക്കാത്തതായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഓക്കെ, മറ്റൊരു കാര്യം, ഈ ജഡ്ജിങ് പാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ജഡ്ജിങ് പാനലിലുള്ളവർക്ക് അല്ലെങ്കിൽ അവിടെ ആ ജഡ്ജ് പാനലിൽ ഇരിക്കുന്ന 1-2 പേർക്ക് ആരെയൊക്കെയോ അകത്തോട്ട് വിടണം എന്നുണ്ട്. അല്ലെങ്കിൽ ഈ ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ അകത്തുള്ള, അവർക്ക് ആരെങ്കിലും അകത്തോട്ട് വിടണമെന്നുണ്ട്. അതിനുള്ള ഇൻസ്ട്രക്ഷൻ അവർ കൃത്യമായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവരെ ഒരുപാട് നല്ല കളിക്കുന്ന അല്ലെങ്കിൽ നല്ല പ്രതികരിക്കുന്ന ആൾക്കാരെ എല്ലാം ഇവർ നൈസായിട്ട് പുറത്താക്കുകയും ഇവർക്കൊരു അജണ്ട ഇവർ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഇവർക്ക് ആരെയൊക്കെയോ ഉള്ളിലേക്ക് വിടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അഖിൽ മാരാർ ഈ ഇത്രയൊക്കെ വിഷയങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തം ഇതൊരു വിഷയമായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പൊ അഖിൽ മാരാർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അഗ്നിപരീക്ഷ ഒരു ഷോ മാത്രമല്ല, ബിഗ് ബോസിലേക്കുള്ള ഒരു ഓഡിഷൻ കൂടിയാണെന്ന ബോധ്യം പ്രേക്ഷകർക്കും ഉണ്ടാവണം. ആ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. അല്ലാതെ അഖിൽ മാരാർ പറയുന്നതും അവർക്ക് ജഡ്ജിങ് പാനലിൽ ഉള്ളവർ പറയുന്നതും മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങുമൊന്നുമല്ല. അങ്ങനെ വിഴുങ്ങാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രതികരിക്കും. ഇൻജസ്റ്റിസ് കണ്ടാൽ പ്രതികരിക്കും. അത് ബിഗ് ബോസില് ഈ പറഞ്ഞ ലാലേട്ടനെ വരെ എടുത്തിട്ട് അലക്കുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ നിങ്ങൾ 3 പേര് നിങ്ങൾ എന്തോ വലിയ മലമറിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ നടത്തിയിട്ട് വന്നാണ് അവിടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത് പോലെയൊക്കെയാണ് നിങ്ങളെയൊക്കെ ഇൻട്രോഡക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അഖിൽമാരാറെ വിട്ടേക്ക. അഖിൽമാരാർ ഒരു കപ്പ് ജയിച്ച ആളാണെന്നെങ്കിലും പറയാം. ബാക്കി 2 പേര് അവിടെ എന്ത് കാണിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്? അവർ 2 പേരും കാണിക്കുന്ന ഓരോ പരിപാടികൾ നമ്മൾ കാണുന്നില്ല. ഇവർ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസും ഈ പറയുന്ന റിയാസ് സലീമും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് കളിക്കുന്നു, ചിരിക്കുന്നു, അങ്ങോട്ട് ചെവിയിൽ എന്തോ പറയുന്നു, ഇങ്ങോട്ട് ചെവിയിൽ എന്തോ പറയുന്നു. എന്നിട്ട് രഞ്ജിനി ഹരിദാസ് ഇങ്ങനെ അങ്ങോട്ട് ചിരിച്ചിട്ട് ഇവര് എന്തോ ഒരു അജണ്ട ഉണ്ടാക്കിക്കോ. അല്ല ഞാൻ പറഞ്ഞേ, ഇവരെന്തോ ഒരു അജണ്ട ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, നല്ല സംസാരിക്കുന്നവരെയും നല്ല ഗെയിം കളിക്കാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയാൽ നമുക്ക് തോന്നും നല്ല ഗെയിം കളിക്കാൻ ഇവർ കൊള്ളാമെന്ന് പറയുന്നവരെ ഇവർ പുറത്താക്കും 100%. നിങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു. എന്നാൽ അതിന്റെ പൂർണ്ണത എത്തുന്നത് ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് ആരാണ് അവസാനം കയറുന്നത് എന്ന ഇടത്താണ്. അതുകൊണ്ട്
തോക്കിൽ കയറി വെടിവെക്കാതെ ഷോയുടെ എല്ലാ എപ്പിസോഡും കണ്ട ശേഷം വിമർശനങ്ങൾ പങ്കുവെക്കുമെന്നാണ് പറയുന്നത്. ഞാൻ അഖിൽമാരാനോട് കാര്യം ചോദിച്ചോട്ടെ, ബിഗ് ബോസ് ഹൗസിനകത്ത് എങ്ങനെയാണ് വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലല്ലേ ഓരോരുത്തർ പുറത്താകുന്നത്? അപ്പോൾ തന്നെ ഇൻജസ്റ്റിസ് അല്ലാത്ത രീതിയിൽ അവിടെ എത്രയോ പേര് നല്ല കളിക്കുന്നവരെ ആദ്യം ബിഗ് ബോസ് തന്നെ പുറത്താക്കുമ്പോൾ ബിഗ് ബോസിനെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെയാണ് നിങ്ങൾ പറയുന്ന പോലെ ഇപ്പം അവസാനം വരെ കാത്തിരിക്കാൻ നിങ്ങൾ പറയുന്നത്. മനസ്സില്ല അവസാനം വരെ കാത്തിരിക്കാൻ. നിങ്ങൾ അവിടെ മത്സരിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ പുറകിൽ ഉണ്ടായിരുന്ന അവിടെ നല്ല കളിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് ഈ വോട്ടിങ്ങിന്റെ കാരണം പറഞ്ഞാൽ അവരും പുറത്തായിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരെ പുറത്താക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ജയിക്കുന്ന ആളെ മാത്രം നോക്കിയാൽ മതിയോ ബിഗ് ബോസിൽ? അതിലേക്ക് എത്തുന്ന ഒരു പടിയുണ്ടല്ലോ, ആ പടിയിൽ അർഹതയുള്ളവരെ നിങ്ങൾ പുറത്താക്കുമ്പം ഉറപ്പായിട്ടും പ്രതികരിക്കും. അല്ലാതെ അവസാനം വരെ അതിനകത്തോട്ട് ആര് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല ഞങ്ങളുടെ ജോലി. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നവരെ അങ്ങ് അകത്ത് വിടുന്നു, ആ അകത്ത് വിടുന്നവരെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വിടണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്നലെ നടന്ന ഒരു എവിക്ഷൻ നിങ്ങൾ കണ്ടിരുന്നല്ലോ. റഷ എന്ന് പറയുന്ന പെണ്ണിനാണോ അവിടെ നിൽക്കാൻ യോഗ്യത, അതോ ആഷിഫായോ അങ്ങനെ കണ്ടാണ് ആ കുട്ടിയുടെ പേര്? ഇവർ രണ്ടിൽ ആർക്കാണ് അവിടെ നിൽക്കാൻ യോഗ്യത? അതെന്ത് തെറ്റ ചെയ്തത്? അത് ആ 6 സെക്കൻഡിന്റെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചത്, അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആ കുട്ടി അവിടെ കറക്റ്റ് ആയിട്ട് അതിനെന്താണ് സംഭവിച്ചതെന്ന് അവർ തുറന്നു പറയുന്നു. ഈ പറയുന്ന എതിരിൽ നിന്ന ആഷിഫ, എനിക്ക് എന്റെ പേര് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പൊ ആ കുട്ടി അവിടെ എന്തൊക്കെ കാണിച്ചു പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിൽ? അതെന്താണ് അവിടെ ചെയ്തത്? അതിലും കൂടുതൽ റഷ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ റഷയെ നിങ്ങൾ മനഃപൂർവ്വം പുറത്താക്കിയതല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇനി എത്ര പേരുണ്ട്? 36 പേരുണ്ട്. ഈ 36 പേര് അവിടെ ഇരിപ്പുണ്ടല്ലോ, അതിലും കഴിവുള്ളവരുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ കയറ്റത്തില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ അജണ്ട വേറെയാണ്. നിങ്ങൾ ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. പറയുന്ന രഞ്ജിനി ഹരിദാസിന്റെ ഷോ ആണോ ഇത്? രഞ്ജിനി ഹരിദാസ് കാശ് മുടക്കി ചെയ്യുന്ന ഷോ ആണോ ഇത്? രഞ്ജിനി ഹരിദാസിന്റെ ഓരോ നീക്കങ്ങളും നമ്മൾ പ്രത്യേകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ? ഇനിയും ശ്രദ്ധിച്ചോ? ജഡ്ജിങ് പാനലിനെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്താക്കുക എന്നുള്ള പരിപാടി, അത് എവിടത്തെ പരിപാടിയാ? നിങ്ങളെ ചോദിക്കാൻ പാടില്ലേ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലേ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ അവരുടെ ഭാഗം അവർ കൃത്യമായിട്ട് പറയരുതോ? നിങ്ങൾ ചെയ്തത് ശരിയല്ലായിരുന്നു, ഞാൻ അന്ന് ഇതല്ല ചെയ്തത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അവർ പറയുമ്പോൾ അവരെ നിങ്ങളെ വിമർശിക്കുക അവിടെ ഇരുന്നുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ആദ്യം ഒരു അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാവണം. ജഡ്ജസ് ആരൊക്കെ ആവണം എന്നുള്ള ഒരു അഗ്നിപരീക്ഷ ബിഗ് ബോസ് അതായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. ഒരു 10 പേരെ കൊണ്ടുപോയിട്ടിട്ട് ഇവരിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയണം ജഡ്ജായിട്ട് ആരാണെന്ന്. ഇതായിരുന്നു വേണ്ടത്. അവിടെ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസും ഈ റിയാസും കൂടെ കാണിക്കുന്ന അഖിൽമാരാർ പിന്നെയും കുഴപ്പമില്ല. ഒരു നോർമലി ഒരു ആള് ഓക്കെ, ഒരു ജഡ്ജിങ് പാനലിൽ വെക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അഖിൽമാരാർ, നോ പ്രോബ്ലം. നമുക്ക് ഇത്രയും കണ്ടതില്. പക്ഷെ ഈ പറയുന്ന റിയാസിനെയും രഞ്ജിനി ഹരിദാസിനെയും എന്ത് ബേസിലാണ് നിർത്തിയേക്കുന്നത്? രഞ്ജിനി ഹരിദാസും റിയാസും ഒരു ടീമാണ്. അവർ രണ്ടുപേരും കൂടിയാണ് പ്ലാൻ ചെയ്ത് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം ഈ റഷയെ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എപ്പിസോഡ് ബേസിലാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് പുറത്തായി പോയ ആ 2 ലേഡീസ് അവിടെ അർഹതപ്പെട്ടവരായിരുന്നു നിൽക്കാൻ. ഇനിയിപ്പോ നിങ്ങൾ നോക്കിക്കോ, ഈ പൂജയെ പുറത്താക്കും, ഉറപ്പായ കാര്യമാ. പൂജയെ പുറത്താക്കും. അതുപോലെ തന്നെ ഈ ജഡ്ജ്മെന്റ് എന്നൊരു പാനലുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ അവർ പുറത്താക്കും. അത് എത്ര നല്ല ഗെയിമറായിട്ട് നമുക്ക് തോന്നിയാലും അവര് പുറത്താക്കും. എന്നുവെച്ചാൽ അവരെ വിമർശിക്കാൻ പാടില്ല, അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇപ്പം ഒരു മൈക്കിന്റെ കാര്യം തന്നെ അവിടെ പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞത് ശരിക്ക് കേട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രഞ്ജിനി ഹരിദാസൊക്കെ ചാടി തുള്ളി കളിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിൽ. എത്രമാത്രം ശ്രദ്ധിച്ച ആളാണ് രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസ് എത്ര ഷോയിൽ എത്ര ദിവസം നിന്നു അവിടെ? എപ്പ കയറി എപ്പ ഇറങ്ങി? അതുപോലെ റിയാസ് ഇടയ്ക്ക് വന്ന് കയറിയിട്ട് അവിടെ ചതി കാണിച്ചിട്ടല്ലേ റിയാസ്? നീ ആണെങ്കിൽ ആ റോബിനെ പുറത്താക്കിയത് ഒന്നുമില്ലെങ്കിലും എന്നിട്ട് നീ ഇവിടെ കിടന്നുകൊണ്ട് വലിയ വാചം അടിക്കുന്നല്ലോ. നീയൊക്കെ എന്തോ മലമറിച്ചെന്നാ ഈ ഷോയ്ക്കകത്ത്? ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ വന്നിരുന്നിട്ട് അവിടെ ഇപ്പൊ ജഡ്ജിങ് പാനലിൽ വന്നിരുന്നോണ്ട് നീയൊക്കെ മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കുന്നത്. അതുപോലെയാണ് ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അവര് ആദ്യം പോലെ വരും പറഞ്ഞ ഇൻഫിനിറ്റി പവറിന്റെ കാര്യം. ഈ ഇൻഫിനിറ്റി പവർ എന്ന് പറയുന്നത് അവർ കളിച്ചു നേടിയതില്ലയോ? ആ കളിച്ചു നേടിയ ഇൻഫിനിറ്റി പവർ അങ്ങ് എടുത്തു കളഞ്ഞേരെ എന്നാ രഞ്ജിനി ഹരിദാസ് പറയുന്നത്. രഞ്ജിനി ഹരിദാസ് ആണോ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, രഞ്ജിനി ഹരിദാസിന്റെ ഷോ ആയിട്ട് ഇത് മാറ്റണം. അങ്ങ് ഇൻഫിനിറ്റി പവറൊക്കെ അങ്ങ് എടുത്തേക്കാൻ. അവർ അവിടെ വന്ന് അത്രയും കഷ്ടപ്പെട്ട് അവർക്ക് പറഞ്ഞു ഇൻഫിനിറ്റി പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻഫിനിറ്റി പവർ ഇങ്ങനെ വാങ്ങിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ കൂട്ടത്തില് ലാസ്റ്റ് വന്ന ആ പരാജയപ്പെട്ടു പോയ ആ ടാസ്കിൽ പരാജയപ്പെട്ട ടീമിൽ 2 പേർക്കുണ്ടായിരുന്നു ഇൻഫിനിറ്റി പവർ. അപ്പൊ ഈ ഇൻഫിനിറ്റി പവർ കൊണ്ടുള്ള പ്രയോജനം എന്തുവാ? സത്യത്തിൽ അവരെ 2 പേരെ മാറ്റി നിർത്തണ്ടേ? അവർക്ക് ഇൻഫിനിറ്റി പവർ ഉള്ളതല്ലേ? അവർ ഇൻഫിനിറ്റി പവർ ആദ്യമേ ഊരി വാങ്ങിച്ചു, നിങ്ങൾ ഈ ടീമിലായത് കൊണ്ടാണെന്ന് പറഞ്ഞ്. അപ്പൊ മറ്റുള്ളവർ ചെയ്ത തെറ്റിനും ആണെങ്കിലും ഇവർ അനുഭവിച്ചോണെന്നുള്ളത്. അതിനുശേഷം മറ്റുള്ള ഇൻഫിനിറ്റി പവറിലുള്ളവർക്ക് അവരുടെയും ഇൻഫിനിറ്റി പവർ ഊരി വാങ്ങിക്കുന്നു. കാരണം എന്താണ്? ഇവർ ചോദിച്ചു നിങ്ങളുടെ പവർ ഇപ്പൊ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനകത്ത് ആരെയാ പുറത്താക്കണ്ടേന്ന്. ആദ്യം തന്നെ അവർ പറഞ്ഞില്ലേ പൂജയെ പുറത്താക്കണമെന്ന്?
പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒന്നും കൂടെ ചിന്തിക്കാൻ നിങ്ങളാണ് പറഞ്ഞത്. അവര് 3 പേര് പറഞ്ഞായിരുന്നു ഈ പൂജയെ പുറത്താക്കണമെന്ന്. അതിനുശേഷം നിങ്ങളാണ് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. എന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അവരെ ഷൗട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഇൻഫിനിറ്റി പവർ ഊരി വാങ്ങിക്കുന്നു. എനിക്ക് അതിനകത്ത് തോന്നി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്ക് ഈ പവർ കിട്ടിയിട്ടില്ല. 1-2 പേർക്ക് അതിനകത്ത് കിട്ടിക്കാണും, ബാക്കിയുള്ളവർക്ക് ഇൻഫിനിറ്റി പവർ അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അത് ഊരി വാങ്ങിച്ചത്. ഇത് അൺഫെയർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അൺഫെയർ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഷോ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയിട്ട് ബിഗ് ബോസ് പണ്ടത്തെ പോലെ അവർക്ക് 4-5 പേരെ അകത്ത് കയറ്റണമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ആയിക്കോട്ടെ, അവരങ്ങ് അകത്തോട്ട് കയറ്റി വിട്ടാൽ പോരെ. എന്തിനാണ് ഈ പ്രഹസനം, വൻ പ്രഹസനം? ഞാനിപ്പോ പൂജയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ആ പൂജ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഇവരെ എതിർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൂജ ഇപ്പൊ കണ്ണിലെ കരടായി. ഇപ്പൊ ജഡ്ജ്മെന്റ് ആണ് എല്ലാം, ഞങ്ങളാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആരെയൊക്കെയോ അകത്ത് കയറ്റി വിടണമെന്നുണ്ട്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തൊട്ടിക്ക് പരിപാടി എല്ലാം കാണിക്കും. അതാ പറഞ്ഞത്, ഈ പരിപാടി സത്യത്തിൽ ഇപ്പം പ്രേക്ഷകരൊന്നും കാണുന്നില്ല. നിങ്ങളെ ഈ ഇതിന്റെ റേറ്റിംഗ് ഒന്ന് എടുത്ത് നോക്കിക്കേ, എവിടെ റേറ്റിംഗ്? ഒരു റേറ്റിംഗും കാണത്തില്ല. ഈ 40 പേരെ കൊണ്ടിട്ടിട്ട് നിങ്ങൾക്ക് ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. ഞങ്ങൾ അത് ഇവിടെ നിന്ന് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇവർ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ലെന്ന്? നിങ്ങൾ കാണിച്ചാലല്ലേ മിങ്കിൾ ചെയ്തോ ഇല്ലെന്ന് അറിയാൻ പറ്റൂ. കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർ ചിലപ്പോൾ അവനകത്ത് അവർ ചിലപ്പോൾ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ വെളിവിടുന്ന പോലല്ലേ ഇത് വെളിയിൽ വരത്തുള്ളൂ. അപ്പൊ ഈ 40 പേരടയുന്ന എല്ലാവരും ശ്രദ്ധിക്കണ്ടേ? അതിനുള്ള സമയം പോലും നിങ്ങൾ കൊടുത്തോ? എന്നിട്ടാണ് അവിടെ ഡയലോഗ് അടിക്കുന്നത്, ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി കാണത്തില്ല എന്നാണ് ഞങ്ങൾ ഇവിടുന്ന് ചിന്തിക്കുന്നതെന്ന്. അപ്പൊ വല്ലാത്തൊരു ചിന്തയായി പോയി. എന്തായാലും ഇപ്പോൾ അൺഫെയർ എന്ന് പറഞ്ഞാൽ പക്ക അൺഫെയർ പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എല്ലാം ടാസ്കിലും എല്ലാം നിങ്ങൾക്ക് ആരെങ്കിലും അകത്തോട്ട് കയറ്റിവിടണമെങ്കിൽ നിങ്ങൾ കയറ്റി വിട്ടൊരു ഷോ തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇനിയും കണ്ടാൽ പറയും, ഇനിയും കണ്ടാൽ ഇതിലും മാരകമായിട്ട് പറയും. ഉറപ്പായ കാര്യമാണ്. ഇത് ചെയ്യുന്നത് ശരിയല്ല. അത്രയും ആൾക്കാർ അത്രയും സ്വപ്നങ്ങളുമായിട്ട് അവിടെ വന്നിട്ട് അവരെ ഒരു പുല്ല് വില കൽപ്പിച്ചതുപോലെ ഇറക്കി വിടുന്നതും അവരോട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ എവിടുത്തെ ജഡ്ജ്മെന്റ്? നിങ്ങളാണ് ഇവിടുത്തെ ലാസ്റ്റ് വാക്ക്. കുറെ ജഡ്ജിമാരും കുറെ ആൾക്കാരും. സത്യം പറയല്ലോ, ആ രഞ്ജിനി ഹരിദാസ് പക്ക ഓവറാണ്. ഓവർ എന്ന് പറഞ്ഞാൽ ഓവറിന്റെ അങ്ങേ അറ്റമാണ്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തോ എനിക്ക് ഇത് അങ്ങോട്ട് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ ഈ ഗെയിമും ഇങ്ങനെ പോയെങ്കിൽ ശരിക്കും ഇപ്പൊ 3 എപ്പിസോഡേ ആയുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എടുത്തിട്ട് ഹൂക്കും ഈ ഷോയെ. ഉറപ്പായ കാര്യമാണ്. ജഡ്ജിമാർക്കെല്ലാം ജഡ്ജ്മെന്റ് പറയുന്നവർക്കെല്ലാം ശരിക്കും കിട്ടും. ഇനി ഇങ്ങനത്തെ പോക്കാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായ കാര്യമാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.